മനുഷ്യജന്മം തന്നെ അനുഗ്രഹമാണ്. നാം ഇതിനെ കാണാതെ പോകുന്നത് നമ്മുടെ ബുദ്ധിയുടെ വികാരം കൊണ്ട് മാത്രമാണ്. നോക്കൂ, അനുഗ്രഹം എന്ന് പറയുന്നത് ഈ ശരീരം കിട്ടി ഇതിൻ്റെ ഇന്ദ്രിയ സുഖത്തിൽ മാത്രം നിൽക്കുന്നതല്ല. ഇനി ഇന്ദ്രിയങ്ങളുടെ സുഖം നിങ്ങൾ 4 ജന്മവും 10 ജന്മവും എടുത്ത് ഈ ഭൂമിയിൽ തന്നെ ജീവിച്ചാലും ഇതിന് ഒരു പരിധിയുടെ അപ്പുറത്തേക്ക് കൂടുതൽ ആത്മാവിൻ്റെ സുഖത്തെ തരാൻ കഴിയില്ല. ആത്മാവാണ് ഈ സുഖത്തെ നൽകുന്നത്. പണ്ടൊരു പ്രോഗ്രാം ഫൗണ്ടേഷനിൽ കണ്ടക്ട് ചെയ്തപ്പോൾ, നാഗശിവ എന്ന് പറയുന്ന പ്രോഗ്രാം കണ്ടക്ട് ചെയ്തപ്പം അതിൽ 1 ഡേ ഡെത്ത് എനർജിയാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ആ പ്രോഗ്രാമിൽ പങ്കെടുത്തവരെല്ലാം പിന്നെ ചോദിച്ചു, ഗുരുജി ഈ മരണത്തിൽ നിന്ന് എങ്ങനെ മറികടക്കാം? എല്ലാവർക്കും മരണമെന്ന് പറയുമ്പോൾ സിമ്പിളാണ്, മരിച്ചു എന്താണെന്നറിയില്ലല്ലോ, അത് അന്ധതയല്ലേ. പക്ഷേ മരിച്ചവരുടെ ഒരു ഊർജ്ജത്തെ അറിയുമ്പോൾ മാത്രമേ അറിയുള്ളൂ അതെന്താണെന്നുള്ളത്. നിങ്ങൾക്ക് എല്ലാം അറിയാൻ കഴിയും. നിങ്ങളുടെ അനുഭവം നിങ്ങൾ നോക്കുക, നിങ്ങളുടെ സന്തോഷവും ദുഃഖവും എല്ലാം ഉള്ളിൽ നിന്നല്ലേ ഉണ്ടാവുന്നത്. ഈശ്വരനും ഇതേ ഉള്ളൂ. ഇതൊരു അനുഭവമാണ്, സ്ഥിരതയുടെ, നിർവൃതിയുടെ, ശാന്തിയുടെ അനുഭവമാണ്, ഒരു ബോധമാണ്. അപ്പം അനുഗ്രഹം എന്ന് പറയുന്നത് ഏറ്റവും ഉയർന്ന അനുഭവത്തെ സ്വന്തമാക്കി സ്ഥിരമാവുക എന്നുള്ളതാണ്. ഈ 5 പഞ്ചേന്ദ്രിയങ്ങളും ഈ ശരീരവുമായിട്ട് ബന്ധപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്കൊരു സ്ഥിരതയും ഒരു നിത്യ ആനന്ദവും കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇനിയും കുറച്ച് ദിവസങ്ങളും കൂടി മാത്രമേ ഉള്ളൂ മഹാശിവരാത്രിക്ക്. യഥാർത്ഥ അനുഗ്രഹം നിങ്ങളീ സ്പർശിക്കുമ്പം കണ്ണീന്ന് ആത്മനിർവൃതി ഒഴുകും. ഒരു തവണ നിങ്ങൾ ആത്മനിർവൃതിയുടെ ഒരവസ്ഥ അനുഭവിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ജീവന് ഒരു പരമമായുള്ള അവസ്ഥയുണ്ടെന്നുള്ളത്. അതിനെയാണ് നാം സ്വന്തമാക്കേണ്ടതും. നാം എപ്പോഴാണോ അതിനെ മനസ്സിലാക്കുന്നത് അപ്പം മുതലേ ജീവിതവും മനോഹരമായി തുടങ്ങുന്നുള്ളൂ. ജീവിതത്തിൻ്റെ മനോഹാരിത സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഈ 5 പഞ്ചേന്ദ്രിയങ്ങൾക്ക് അപ്പുറത്തുപരി ജീവൻ്റെ സ്പർശനത്തിൽ ഇരിക്കുമ്പോഴാണ്. നമസ്കാരം.